Hello students. Today we will study about business development strategies or unit level strategies. Yesterday we have mentioned about what are the different classifications of international business strategy and the entry level strategies that we have already studied, and we are moving on to business development strategies. This strategy helps the organization to achieve a competitive advantage in the marketplace. ഒരു ബിസിനസ്സിന് മാർക്കറ്റ് പ്ലേസിൽ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് മറ്റുള്ളവരെക്കാൾ മികച്ചു നിൽക്കാൻ എപ്പോഴും സക്സസ് ഏത് ഓർഗനൈസേഷനാണ് ഉണ്ടാവുക, നിങ്ങളെങ്ങനെയാണ് മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുക, വെൻ വി ഹാവ് സംതിങ് ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. അതേപോലെ ഓർഗനൈസേഷൻസിന് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാവാനുള്ള സ്ട്രാറ്റജീസ് ആണ്, അതിനെയാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. അപ്പോൾ എൻട്രി ലെവൽ സ്ട്രാറ്റജീസ് എങ്ങനെയാണ് ഒരു ബിസിനസ് ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുക, ഏത് മോഡ് ചൂസ് ചെയ്യും, ഏതായിരിക്കും ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് പ്രോഡക്റ്റിന് നല്ലത് അനുസരിച്ചാണ് നമ്മൾ മോഡ് ഓഫ് എൻട്രി സ്ട്രാറ്റജീസൊക്കെ തീരുമാനിക്കുക. അതേപോലെ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് നമുക്കൊരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ്. അതുകൊണ്ടാണ് വാല്യൂ ചെയിനൊക്കെ അതിനകത്ത് വരുന്നത്. ഓക്കെ, this provides ways for providing value to the customers by exploiting core competencies. ഒരു കോർ ഫാക്ടർ ഉണ്ടാവും. ആ കോർ കോമ്പിറ്റൻസി എന്താണെന്ന് മനസ്സിലാക്കി, ചിലതിൽ ഹ്യൂമൻ റിസോഴ്സസ് ആയിരിക്കും കോറായിട്ടുള്ള ഒരു സക്സസ് ഫാക്ടർ, കീ സക്സസ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു സാധനം. അപ്പോൾ കോർ കോമ്പിറ്റൻസീസ് മനസ്സിലാക്കിയിട്ട് കൺസ്യൂമേഴ്സിന് വാല്യൂസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ സ്ട്രാറ്റജി. ഇതാണ് ഈ ബിസിനസ് ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് നമ്മൾ ഇന്നലെ പറഞ്ഞ ബോക്സ് ഓർമ്മിക്കുക. ഇന്നലെ പറഞ്ഞതിൽ ഫസ്റ്റ് വൺ ഇസ് ഡെവലപ്മെൻറ്റ് ഓഫ് ഫേം ആസ് എ വാല്യൂ ചെയിൻ. വാല്യൂസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക? വാല്യൂസ് ക്രിയേറ്റ് ചെയ്യുക പറഞ്ഞാൽ നമ്മൾ ഇഫ് യു ആർ ഏബിൾ ടു പ്രൊവൈഡ് മോർ വാല്യൂ ടു ദ കസ്റ്റമേഴ്സ്. ഇപ്പം ഒരു പ്രോഡക്റ്റ്, സേ ഫോർ എക്സാമ്പിൾ സോപ്പ്, ഇഷ്ടംപോലെ സോപ്പ് അവൈലബിൾ ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരാൾ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡ് ഓഫ് സോപ്പ് വാങ്ങിക്കുന്നത് പറഞ്ഞാൽ ഇറ്റ് മേ ബി പ്രൊവൈഡിങ് മോർ വാല്യൂ ടു ദാറ്റ് പെർട്ടിക്കുലർ കസ്റ്റമർ. അപ്പോൾ അതുകൊണ്ട് വാല്യൂസ് ക്രിയേറ്റ് ചെയ്യുക എങ്ങനെയാണ്? അതിനകത്ത് വാല്യൂ ക്രിയേഷൻ ഇസ് എ പ്രൈമറി ഓഫ് എയിം ഓഫ് എനി ബിസിനസ് എൻറ്റിറ്റി. കൺസ്യൂമറിൻ്റെ അടുത്ത് നമ്മുടെ വാല്യൂ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കൺസ്യൂമർ മാത്രമല്ല, വിൽ സി ക്രിയേറ്റിംഗ് വാല്യൂ ഫോർ കസ്റ്റമേഴ്സ്, അതാണ് നമ്മുടെ കോർ സാധനം. ഹെൽപ്സ് സെൽ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്, നമ്മുടെ സാധനങ്ങളെ വിറ്റഴിക്കാനാണ് ഇത് സഹായിക്കുന്നത്. ക്രിയേറ്റിംഗ് വാല്യൂ ഫോർ കസ്റ്റമേഴ്സ്. ക്രിയേറ്റിംഗ് വാല്യൂ ഫോർ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അങ്ങനെയുണ്ട്. കൺസ്യൂമറിനെ മാത്രം തൃപ്തിപ്പെടുത്തിയാൽ എന്തുണ്ടാവും? ബിസിനസ്സിന് ലാഭം ഉണ്ടാവണമെന്നൊന്നുമില്ല. അപ്പോൾ കസ്റ്റമേഴ്സിന് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്, ഷെയർ ഹോൾഡേഴ്സിന് നമുക്ക് വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം ഇൻ ദ ഫോം ഓഫ് ഇൻക്രീസ് ഇൻ സ്റ്റോക്ക് പ്രൈസസ്. എങ്ങനെയാണ് വാല്യൂ ക്രിയേഷൻ ഉണ്ടാവുക? ഇഫ് എ ബിസിനസ് ഇസ് ഗുഡ്, ഇഫ് ദ ബിസിനസ് ഇസ് ഏബിൾ ടു ക്രിയേറ്റ് വാല്യൂ ടു ദ shareholders, then it will be projected in their share price. Ensure the future availability of investment capital to fund operations. ഇങ്ങനെ ഷെയർ പ്രൈസസ് ഒക്കെ നന്നായാൽ എന്താ ഉണ്ടാവുക? then the availability of funds will be easier. ഇപ്പോൾ നല്ല സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ നല്ല മൂവ്മെൻറ്റുള്ള ഷെയർസാണ്, നല്ല പ്രൈസ് ലെവൽസൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള ഫേംസിന് ഫണ്ട് റേസ് ചെയ്യലൊരു പ്രോബ്ലമേ ആയിരിക്കില്ല. ദർ വിൽ ബി ലോട്ട് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഫോർ ദാറ്റ്. അപ്പോൾ ക്രിയേറ്റിംഗ് വാല്യൂ, യു ഷുഡ് ക്രിയേറ്റ് ദ വാല്യൂ ടു ദ കസ്റ്റമർ ആസ് വെൽ ആസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓർ ഷെയർ ഹോൾഡേഴ്സ്. ദെൻ വാല്യൂ ക്രിയേഷൻസ് ആൻഡ് ഹൗ ഇറ്റ് ഈസ് പോസിബിൾ. ഓക്കെ, നമുക്കറിയാം ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജീസിൽ വി ആർ ഡിസ്കസിങ് അബൌട്ട് ഹൗ വാല്യൂ ക്യാൻ ബി ക്രിയേറ്റഡ്, ഹൗ എ ഫേം ആസ് എ വാല്യൂ ചെയിൻ എങ്ങനെയാണ് ആവുന്നതെന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് വാല്യൂ ക്രിയേഷൻ പോസിബിൾ ആവുന്നത്? ദർ ആർ 3 ways. Increasing the return on existing base of capital. Whatever capital is being employed in the business, you should be able to reap more benefit out of the existing capital. That is increasing the return on existing base of capital. Invest where the return is greater than the firm's cost of capital. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ we have a capital with us. When you try to make investment, അവിടെ നമ്മുടെ കമ്പാരിസൺ എന്തായിരിക്കണം? ക്യാപിറ്റൽ എന്ന് പറയുന്നത് നോ കോസ്റ്റ് ആയിട്ടൊരു സാധനമല്ല. ഇറ്റ് നീഡ്സ് ഒന്നുകിൽ നിങ്ങളുടെ ബോറോഡ് ഫണ്ട് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാൾ കൂടുതൽ, ഇപ്പം ഇനി ഷെയർ ഹോൾഡേഴ്സിന് ഇക്വിറ്റി ആണെങ്കിലും യു നീഡ് ടു പേ ഡിവിഡൻഡ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാൾ കൂടുതൽ റിട്ടേൺ കിട്ടുന്ന സാധനങ്ങളിലായിരിക്കണം യു ഷുഡ് ഇൻവെസ്റ്റ് ആൻഡ് ഡൈവേസ്റ്റ് വെർ ദ റിട്ടേൺ ഇസ് ലെസ് ദാൻ ദ ഫേംസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതായത് നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാൾ കൂടുതൽ റിട്ടേൺ കിട്ടാത്ത, അല്ലെങ്കിൽ അതിനേക്കാൾ കുറവാണ് റിട്ടേൺ കിട്ടുന്നതായിട്ടുള്ള ഏരിയാസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഡൈവേസ്റ്റ് ചെയ്യുക പറഞ്ഞാൽ കീപ്പ് ഔട്ട് ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ്, ഒഴിവാക്കുക. അപ്പോൾ അങ്ങനെ 3 മെത്തേഡ്സാണ് നമുക്ക് വാല്യൂ ക്രിയേഷന് പോസിബിൾ ആയിട്ടുള്ളത്.
ക്ലിയർ ആണല്ലോ ഇപ്പോൾ ഡെവലപ്മെൻറ്റ് ഓഫ് ഫേം ആസ് എ വാല്യൂ ചെയിൻ. ഇതിന് കുറച്ച് ജനറിക് സ്ട്രാറ്റജീസ് ഫോർ ഗ്ലോബൽ വാല്യൂ ചെയിൻ ക്രിയേഷൻ. ഒരു ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ സംബന്ധിച്ച് ഈ വാല്യൂ ചെയിൻ ക്രിയേഷന് കുറച്ച് സ്ട്രാറ്റജീസ് പറയുന്നുണ്ട്. അത് 3 എണ്ണമാണ്. അതിനകത്ത് ഫസ്റ്റ് വൺ ഇസ് അഡാപ്റ്റേഷൻ സ്ട്രാറ്റജീസ്. ഹൗ ടു അഡാപ്റ്റ്. ഈ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇറ്റ് സീക്സ് ടു ഇൻക്രീസ് റവന്യൂസ് ആൻഡ് മാർക്കറ്റ് ഷെയർ ബൈ ടൈലറിംഗ് വൺ ഓർ മോർ കോമ്പണൻറ്റ് ഓഫ് എ കമ്പനീസ് ബിസിനസ് മോഡൽ ടു സ്യൂട്ട് ലോക്കൽ റിക്വയർമെൻറ്റ്സ് ഓഫ് പ്രിഫറൻസസ്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ നമ്മൾ ഡൊമസ്റ്റിക് മാർക്കറ്റിലുള്ള പോലെയല്ല ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ ഉണ്ടാവുക. ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ അവിടെ അഡാപ്റ്റ് ചെയ്യണമെങ്കിൽ അഡാപ്റ്റേഷൻ പോളിസി സ്ട്രാറ്റജിയിൽ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മളതിലുള്ള ഐദർ വി വിൽ മേക്ക് ചേഞ്ചസ് ഇൻ ദ പ്രോഡക്റ്റ് ഓർ വിൽ മേക്ക് ചേഞ്ചസ് ഇൻ ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓർ വിൽ മേക്ക് ചേഞ്ചസ് ഇൻ ദ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഏരിയ എടുത്തിട്ട് ഒന്നോ അതിൽ കൂടുതലോ ഏരിയാസ് എടുത്തിട്ട് അത് ആ ലോക്കൽ ഏരിയയിലേക്ക് ലോക്കൽ മാർക്കറ്റിന് സപ്പോർട്ടീവായിട്ടുള്ള രീതിയിൽ ടൈലർ ചെയ്യുക. എന്താ നമ്മൾ ടൈലർ ചെയ്യുക പറയുന്നത്? റെഡിമെയ്ഡും ടൈലേർഡ് ഗാർമെൻറ്റ്സും ഉണ്ടാവും. റെഡിമെയ്ഡിന് എന്താണ്? അത് എല്ലാം ഒരു കോമൺ സൈസിലായിരിക്കും, നമുക്ക് സ്യൂട്ടാവാതിരിക്കാം. ടൈലേർഡ് ഗാർമെൻറ്റ്സ് എന്താണ്? നമുക്ക് വേണ്ടി തയ്ച്ചതാണ്. അപ്പോൾ അതേപോലെ ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ വരുന്ന സമയത്ത് അഡാപ്റ്റേഷൻ സ്ട്രാറ്റജീസ് പറയുന്നത് വാല്യൂ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് യു ഹാവ് ടു അഡാപ്റ്റ്. ലോക്കലി നമ്മൾ ചില കോമ്പണൻസിനെങ്കിലും നമ്മൾ ലോക്കലി ടൈലർ ചെയ്യുക, അതാണ് ഒരു വഴി. രണ്ടാമത്തത് അഗ്രിഗേഷൻ സ്ട്രാറ്റജീസാണ്. ഇതെന്താണ്? അഗ്രിഗേഷൻ സ്ട്രാറ്റജീസ് ഫോക്കസ് ഓൺ അച്ചീവിങ് ഇക്കണോമീസ് ഓഫ് സ്കെയിൽ ഓർ സ്കോപ്പ് ബൈ ക്രിയേറ്റിംഗ് റീജിയണൽ ഓർ ഗ്ലോബൽ എഫിഷ്യൻസീസ്. They typically involve standardizing a significant portion of the value proposition and grouping together development and production processes. അഗ്രിഗേറ്റ് ചെയ്യാണ്, കമ്പൈൻ ചെയ്യാണ്. അപ്പോൾ എങ്ങനെയാണ് കുറച്ച് ലെസർ കോസ്റ്റിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക? എങ്ങനെയാണ് അപ്പോൾ ഓരോ മാർക്കറ്റിന് വേണ്ടി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ കോസ്റ്റ് എസ്കലേഷൻ, ഇപ്പോൾ അഡാപ്റ്റേഷൻ സ്ട്രാറ്റജി എല്ലാത്തിനും അങ്ങ് അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ റൈസ് അപ്പ് ദ കോസ്റ്റ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ബിസിനസ് കൂടും. അപ്പോൾ അഗ്രിഗേഷനിൽ നമ്മൾ എന്താ ചെയ്യുക? ഓരോന്നും ഉണ്ടാക്കണതിന് വേണ്ടി നമ്മളൊരു സ്റ്റാൻഡേർഡൈസ്ഡ് പ്രോഡക്റ്റ്, നമ്മൾ പോളിസെൻട്രിക്കിലാണോ നമ്മളങ്ങനെ പറഞ്ഞാൽ, ജിയോ സെൻട്രിക്കിലൊക്കെ നമ്മളെന്താ പറയുന്നത്? ഒരു ഗ്ലോബൽ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു, എന്നിട്ട് അത് ഗ്ലോബലി അത് മാർക്കറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനെയാണ് അഗ്രിഗേഷൻ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡൈസ് ചെയ്യുക. Then we have arbitrage strategy. It is about exploiting economic or other differences between national or regional markets, usually by locating separate parts of the supply chain in different places. അപ്പോൾ ഇക്കണോമിക് ഡിഫറൻസസ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ഒരു ഡെവലപ്ഡ് നേഷൻ. ഇപ്പോൾ US പോയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന കോസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഇക്കണോമിക് ഡിഫറൻസസ് ഉള്ളതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക. അപ്പോൾ ലേബർ ഇൻറ്റൻസീവായിട്ട് അതാണ് കമ്പനീസൊക്കെ ഫോളോ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ചൈനേനെ ഇന്ത്യനെയൊക്കെ ചൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഹ്യൂമൻ റിസോഴ്സസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ അവിടെ ഹ്യൂമൻ റിസോഴ്സസ് ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസ് കൂടുതൽ വേണ്ട സാധനങ്ങൾ നമ്മളിവിടെ ചെയ്യുന്നു. നമ്മളൊരു IT ഹബ്ബായിട്ട് മാറിക്കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ടെക്നോളജി യൂസ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൂടുതൽ പ്രിഫർ ചെയ്യുക ആ സ്ഥലങ്ങളിലായിരിക്കും. അപ്പോൾ അങ്ങനെ എന്താണോ എക്കണോമിക് റീജിയണൽ ഡിഫറൻസസ് ഉണ്ടാവുന്നത് അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ജനറിക് സ്ട്രാറ്റജീസിൻ്റെ അകത്ത് മൂന്നാമത്തത്. അപ്പോൾ ഹോപ്പ് യു ആർ ക്ലിയർ അബൌട്ട് ദാറ്റ്. അഡാപ്റ്റേഷൻ സ്ട്രാറ്റജീസ് ഉണ്ട്, അഗ്രിഗേഷൻ സ്ട്രാറ്റജീസ് ഉണ്ട്, ആർബിട്രേജ് സ്ട്രാറ്റജീസ്. ഓക്കെ.